മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെ അമ്മ വന്ന് ഉണ്ണിയെ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയാണെങ്കിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കണില്ല. നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ണി നിൽക്കുന്നത്. ഇതേസമയം ദുർഗയ്ക്കോ കണ്ണനൊന്നും നഷ്ടപരിഹാരം വേണമെന്നുള്ള താല്പര്യമില്ല. അത് കണ്ണൻ അവനോട് പറയണമുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടന് വേണ്ടെങ്കിൽ വേണ്ട, എന്തായാലും എനിക്കത് കിട്ടണം, എനിക്കത് കിട്ടിയിട്ട് വേണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാമെന്ന്. പിന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഉണ്ണിയുടെ അഭിപ്രായത്തെ എതിർക്കാനൊന്നും പോകുന്നില്ല. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് വരാണ്. വാമദേവൻ ഉണ്ണീനെ കാണുമ്പോൾ തന്നെ നല്ലോണം പേടിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അച്ഛനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണോ എന്ന് വിചാരിച്ചിട്ടാണ് വാമദേവൻ പേടിക്കുന്നത്. പക്ഷേ ഉണ്ണി ചെല്ലണത് അതിനൊന്നും വേണ്ടിയിട്ടല്ല, കണ്ണനെയും മഹാലക്ഷ്മിയെയും എങ്ങനെ തകർക്കാമെന്ന് വാമദേവനോട് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അമ്മാവനക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഈ വാമദേവൻ പേടിച്ചിട്ടൊന്നും മിണ്ടണില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്നാലും അമ്മാവൻ എന്ത് ചതിയാണ് ഞങ്ങളോട് ചെയ്തത്? അച്ഛനെ കൊന്നതിന് പകരം അയാളെ കൊല്ലുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അവസ്ഥ വരുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവന് കുറച്ചൊരു ആശ്വാസം ആവുന്നുണ്ട്. എന്തായാലും ഇവൻ അച്ഛനെ കൊന്നതിന് പ്രതികാരം ചോദിക്കാൻ വന്നതൊന്നുമല്ല, അതേതായാലും സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്, അല്ലടാ മോനെ, അന്ന് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ, മനഃപൂർവ്വമൊന്നും അല്ല എന്ന് പറയുമ്പോൾ അമ്മാവൻ അങ്ങനെ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട, അമ്മാവനത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും അന്ന് അച്ഛനെ കൊന്നു, ആ കൂടെ അയാളെയും കൂടെ കൊന്നേർന്നെങ്കിൽ ഇപ്പോൾ ഈ സ്വത്തെല്ലാം നമുക്ക് അനുഭവിക്കാറുന്നൂരോ എന്ന് പറയുമ്പോൾ വാമദേവനക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ എന്താടാ പറയണേ, അവൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താലും ഇല്ലെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം ഈ വാമദേവൻ പറയുന്നുണ്ട്, നഷ്ടപരിഹാരത്തിന് അവൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സമ്പാദ്യവും പോകൂടാ, സ്വാതിയുടെ വിവാഹവും നടത്താൻ പറ്റിയിട്ടില്ല, മേഘനാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുക, അവൻ്റെ ചികിത്സയ്ക്കും വേണം ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഈ കരുണയുടെ അച്ഛൻ കാരണമല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇനിയിപ്പോൾ അയാൾക്ക് വലിയ സ്വത്തും സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല, കണ്ണേട്ടൻ കേസ് നടത്തി അയാളുടെ സ്വത്തെല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കണേ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ വേണ്ടി തന്നെ അയാളുടെ സർവ്വ സമ്പാദ്യവും വിൽക്കേണ്ടി വരുമെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, അവൻ മാത്രമല്ലടാ, ഞാനും നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന്. പിന്നെ നീ ഇപ്പം എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. കരുണയുടെ വീട്ടിൽ ഒരുപാട് സ്വത്തുണ്ടെന്ന് പറഞ്ഞല്ലേ അമ്മാവൻ എന്നെ കരുണയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോഴാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ സ്വത്തെല്ലാം വിറ്റ് കേസ് നടത്തേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കരുണയുടെ വീട്ടിൽ നിന്ന് കിട്ടൂല. അന്ന് ഞാൻ അവളെ വിവാഹം കഴിച്ചത് തന്നെ അവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, പ്രതാപൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ അതിൽ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ കണ്ണേട്ടൻ തന്നിട്ട് വേണം ഇനി എനിക്ക് ജീവിക്കാൻ. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, കണ്ണൻ അതിന് നിനക്ക് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, അയാളെ എനിക്ക് തരില്ല, ഇപ്പോൾ അയാൾക്കൊരു കുഞ്ഞും കൂടി ആയ സ്ഥിതിക്ക് ഇനി അയാളെ എനിക്ക് ഒന്നും തരാൻ സാധ്യതയില്ല. അയാൾക്കിപ്പോൾ എല്ലാം ഉണ്ടല്ലോ, ഭാര്യ, കുഞ്ഞ് മുതൽ എല്ലാം ഉണ്ട്, ആകെയുള്ള അപാകത അയാൾ വീൽ ചെയറിലാന്നുള്ളത് മാത്രമാണെന്ന് പറയുമ്പം വാമദേവൻ ചോദിക്കുന്നുണ്ട്, അപ്പം നീ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല ഉണ്ണീന്ന്? എന്ത് സത്യമാവാന്ന് ചോദിച്ചതും കണ്ണനിപ്പോൾ നടക്കും, കണ്ണൻ കുറേ നാളായി നടന്നു തുടങ്ങിയിട്ടിരുന്നു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മാവൻ ഇത് എന്തൊക്കെയാണ് പറയണേ, അയാൾ നടക്കുമെങ്കിൽ പിന്നെ അയാൾ എന്തിനിപ്പോൾ വീൽ ചെയറിൽ നടക്കണേന്ന് ചോദിക്കുമ്പം അത് നിങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ നടക്കുന്നത്. ഒരിക്കൽ ഈ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ പ്രതാപൻ്റെ വീട്ടിൽ ചെന്നപ്പം പ്രതാപൻ ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ കഴുത്തിൽ കത്തി വെച്ചതും ഈ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പ്രതാപനെ ആകെ മർദ്ദിച്ച് ചവിട്ടി കൂട്ടി അവശതയാക്കിയെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതൊക്കെ അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാണ്ട് പറയണത്. ആ കണ്ണേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ എഴുന്നേറ്റ് നടന്നെങ്കിൽ അയാൾ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെ നടക്കുമോ? അയാൾ എപ്പോഴും വീൽ ചെയറിലാണല്ലോ നടക്കണേന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അത് നിനക്ക് കണ്ണനെ അറിയാത്തത് കൊണ്ടാണ്. കണ്ണന് മാത്രമല്ല മഹാലക്ഷ്മിക്കും മഞ്ജുവിനും അനന്തുവിനും ലേഹിക്കും അതുപോലെ അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം കണ്ണൻ നടന്നു തുടങ്ങിയ വിവരം. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയാത്തതുള്ളൂ. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്നിട്ട് അമ്മാവൻ ഇതുവരെ എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാനിവിടെ ജയിലിൽ വന്നേ പിന്നെയല്ലേ ആ പ്രതാപൻ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞേന്ന്. അത് കേട്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കരുണയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല, പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയെ അത് അറിയിച്ചിട്ടില്ല, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കരുണ വലിയ ആത്മഹത്യയും ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് അവരത് പറയാത്തേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അപ്പോൾ അയാൾക്കെല്ലാം തികഞ്ഞു, ഇനി അയാൾക്ക് ഒരു കുറവുമില്ല, സ്വത്തുമുണ്ട്, പണമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുമുണ്ട്, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റും, എനിക്കാ ഒന്നും ഇല്ലാണ്ടായേക്കണേ. എന്തായാലും അവരിനി സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മാവൻ പറയാന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും രണ്ടെണ്ണത്തിനെയും തീർത്ത് കളയണമെന്ന്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിലൊരു ഗുണ്ടയുണ്ട് പരമു, നീ അവനെ ചെന്ന് കണ്ടാൽ മതി, അവൻ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഏർപ്പാട് ചെയ്ത് തരുമെന്ന്.
ഇതേ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കാണാൻ വന്നേക്കാണ്. ആ സമയത്ത് തന്നെ മഞ്ജുവും വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കണ്ടു കഴിയുമ്പം ദുർഗ അടുത്ത് നിന്നിരുന്ന് കുഞ്ഞിനെ ഒരുപാട് ഓമനിക്കുകയൊക്കെ ചെയ്യുമ്പം ലേഹയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല. ലേഹ പറയുന്നുണ്ട്, മതി, ഒരുപാട് ഓമനിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നത് എന്തിനാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, ഇനി കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറയുമ്പം ദുർഗ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോളെ ലേഹ, നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? പഴയ ദുർഗ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിനി ഒരിക്കലും കണ്ണനും മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എതിരായിട്ട് ചിന്തിക്കൂല. എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ജീവൻ പോയാലും കൂടെ നിൽക്കുമെന്ന് പറയണ ആൾ അവസാനം ഇവരുടെ ജീവൻ എടുക്കാതിരുന്നാൽ മതിയെന്ന്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മഞ്ജുവും സാഗറും വരുന്നുണ്ട്. മഞ്ജു സാഗറും വന്നതും ഈ ദുർഗേനെ കാണുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഏട്ടത്തിനെയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് കൊണ്ടുവരാൻ പേടിയായിട്ടാണ് ഏട്ടൻ ഇവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശല്യത്തിന് വരുവാണെന്ന് ചോദിക്കുമ്പോൾ, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഞാനിവർക്ക് ഒരു ദോഷവും ചെയ്യാൻ വന്നതല്ല. അതൊക്കെ എനിക്കറിയാലോ, ഏട്ടനെയും ഏട്ടത്തിനെയും പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചവരല്ലേ നിങ്ങൾ. എന്നിട്ടിപ്പോൾ നിങ്ങൾ മാറിയെന്നും പറഞ്ഞ് അഭിനയിച്ചാൽ ഞങ്ങളത് വിശ്വസിക്കുമെന്ന് കരുതിയാണോ നിങ്ങളിരിക്കണേന്ന്? ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട മഞ്ജു, അമ്മയല്ലേ, അമ്മയോട് ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയുമ്പം എടുത്തൊന്നും മിണ്ടാതിരിക്കുക, ഇവരാണോ ഒരമ്മ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലാൻ നോക്കിയവരെ ഇവരെ അമ്മയെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും വേണ്ട മഞ്ജു എന്ന്. പിന്നീട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മോനെന്തേ, ആ ഉണ്ണി കരുണേനെ വിളിച്ചു കൊണ്ടിട്ട് എന്തായി? ഇനിയിപ്പോൾ കരുണയുടെ വീട്ടിലുള്ള സ്വത്തിന് വേണ്ടിയായിരിക്കും വിളിച്ചു കൊണ്ടുന്നതെന്നൊക്കെ പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഉണ്ണിക്കിപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ തുക വേണമെന്നാണ് പറയണേന്ന്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്ത് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം അമ്മ പറയണേന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, കണ്ണൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമ്പം കിട്ടണ പൈസ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കണമെന്നാണ് കണ്ണൻ തീരുമാനിച്ചേർന്ന്. പക്ഷേ ഉണ്ണിയുടെ വീതം തന്നെ കിട്ടണമെന്നാണ് പറയണത്. അതുകൊണ്ട് അവനക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കണ്ടില്ലേ ഇപ്പം അമ്മയുടെ മകൻ്റെ യഥാർത്ഥ സ്വഭാവം, സ്വന്തം അച്ഛൻ മരിച്ചതൊന്നും അയാൾക്ക് പ്രശ്നമല്ല, അച്ഛൻ മരിച്ച വകയിൽ പൈസ കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പം അയാൾ. പിന്നെ ഒരു കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം, അമ്മ ഒന്ന് സൂക്ഷിച്ചോ, ഇനിയിപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അമ്മയെ കൊല്ലാനും അയാൾ മടിക്കൂല. എന്തായാലും കണ്ണേട്ടനെയും അച്ഛനെയും കണ്ടല്ല അയാൾ വളർന്നേക്കണത്, അമ്മേനെയും അമ്മയുടെ ആങ്ങളേനെയും ആ മേഘനെയൊക്കെ കണ്ടാൽ വളർന്നേക്കണം. ചെറുപ്പം മുതലേ അമ്മ ആ ഒരു രീതിയിൽ അവനെ വളർത്തിയേക്കണതും. അതുകൊണ്ട് അമ്മ ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം നല്ലതാണ്. സ്വത്തിനും പണത്തിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന അമ്മയുടെ പുന്നാര മോൻ അമ്മയുടെ ജീവൻ എടുക്കാനും മടിക്കൂലാന്ന്. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഒരു വിഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഫോണെടുത്ത് മുത്തശ്ശിക്ക് വിളിക്കുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മ ഫോണെടുത്തതും, എന്താ മോളെ, ഉണ്ണി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, മുത്തശ്ശി, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഉണ്ണിയേട്ടൻ, കണ്ണേട്ടനൊന്നും അത്ര നിർബന്ധമല്ല നഷ്ടപരിഹാരം കിട്ടണമെന്ന്, പക്ഷേ നിർബന്ധം മുഴുവൻ ഉണ്ണിയേട്ടനാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഉണ്ണി എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഈ കണ്ണനും ദുർഗയും ഉണ്ണിയും തമ്മിലുണ്ടായ ആ ഒരു സംസാരമല്ല കരുണ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ചതിച്ചല്ലോ മോളെ, നമ്മൾ അവനെ അറിയാതെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആ എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ അബദ്ധം പറ്റിയതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കരുണ വീണ്ടും ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞാൽ, എന്ത് ചതിയെ മുത്തശ്ശിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പം, അതല്ല മോളെ, ഇതുപോലെയുള്ള ഒരു ദുഷ്ടനെയും കൊണ്ട് മോളെ വിവാഹം കഴിപ്പിച്ചല്ലോ എന്ന് ഓർത്താൽ ഞാൻ അങ്ങനെ പറഞ്ഞേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് മുത്തശ്ശി പറഞ്ഞത് നേരാ മുത്തശ്ശി, അയാളൊരു ദുഷ്ടനാ, അയാൾക്ക് സ്വത്തിനും പണത്തിനും മാത്രമേ പ്രധാനമുള്ളൂ. പിന്നെ അയാൾ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞു മുത്തശ്ശി, എൻ്റെ സൗന്ദര്യം കണ്ടൊന്നുമല്ല അയാൾ എന്നെ കല്യാണം കഴിച്ചത്, അച്ഛൻ്റെ സ്വത്ത് കണ്ട് തന്നെയാണ്. അയാൾ വിവാഹത്തിന് മുമ്പ് അച്ഛന് എവിടെയൊക്കെ സ്ഥലമുണ്ടെന്നും എവിടെയൊക്കെ ക്വാറി ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചിരുന്നു മുത്തശ്ശിന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ആ വാമദേവൻ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണക്കാരൻ, അവനല്ലേ ഇതുപോലൊരു മണ്ണുണ്ണീനെ എൻ്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചത്, എന്തായാലും അതിനവനെ അനുഭവിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ കുഞ്ഞിനെ കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിൽ വരാണ്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഏടാ കരുണ വന്നിട്ട് എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം, കരുണയും കൊണ്ടല്ല ഇപ്പോൾ പ്രശ്നം, ഉണ്ണീനെയും കൊണ്ടാണ്. ഉണ്ണി എന്താ പറയണതെന്ന് ചോദിക്കുമ്പം, അവനക്ക് അച്ഛൻ മരിച്ചതൊന്നും വിഷയമേ അല്ല, അവനക്ക് അച്ഛനെ കൊന്ന ഇതിൽ പ്രതാപൻ്റെയും വാമദേവൻ്റെയും കയ്യിൽ നിന്ന് കിട്ടണ നഷ്ടപരിഹാരം വേണമെന്ന് അവൻ പറയണേന്ന്. ആ സമയത്ത് ഈ അനന്ത് ചോദിക്കുന്നുണ്ട്, അവനക്കൊരു ഉളുപ്പില്ലേടാ അച്ഛനെ കൊന്നതിന് നഷ്ടപരിഹാരം ചോദിക്കാൻ, എന്തായാലും ഞാൻ ആ നഷ്ടപരിഹാരം അനാഥാലയത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കണേന്ന് പറഞ്ഞപ്പം അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വീതം കൊടുത്തോ, അവൻ്റെ വീതം അവനക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിൻ്റെ രണ്ടാനമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, രണ്ടാനമ്മയ്ക്കും സ്വഭാവമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. രണ്ടാനമ്മയും പറഞ്ഞത് ആ പൈസ നമുക്ക് വേണ്ട അനാഥാലയത്തിന് കൊടുത്താൽ മതിയെന്നാണ്. പക്ഷേ അവൻ സമ്മതിക്കണില്ല എന്ന്.
പിന്നീട് നമ്മളുടെ ഉണ്ണി വാമദേവനോട് ആ ഗുണ്ടയുടെ ആ ഒരു അഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോരുന്നത്. ആ പോണ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ആരും അറിയാതെ വേണം നീ കാര്യങ്ങൾ നീക്കാൻ. ആ മാർക്കോയെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അവസ്ഥ മേഘൻ്റെ അവസ്ഥയാവും കേട്ടോ. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല മാവ, ഞാൻ ആരും അറിയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന്. അങ്ങനെ ഉണ്ണി പോയി കഴിഞ്ഞതും വാമദേവന് കുറച്ചൊക്കെ ഒരു സന്തോഷമാവുന്നുണ്ട്. കാരണം കണ്ണനെയും മഹാലക്ഷ്മിയെയും തകർക്കാൻ ഉണ്ണി ഇവർക്ക് കൂട്ടു നിൽക്കും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് കാറ് നിർത്തിയിട്ട് ആ ഒരു ഗുണ്ടയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, ഗുണ്ടാപരമനാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറയണു. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ഉണ്ണി അയാളെ കണ്ടതും, ചേട്ടാ എന്നെ വാമദേവൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നതാ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം എനിക്ക് 2 പേരെ തീർക്കണമായിരുന്നു, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞാൽ മതി, കാര്യം കൃത്യമായിട്ട് നടക്കണം, അതിനൊരു മാറ്റവും വരാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ അയാൾ ആരെയെ കൊല്ലണ്ടേന്ന് ചോദിച്ചതും കണ്ണനെയും മഹാലക്ഷ്മീനെയാണ് ഉണ്ണി പറയണ സമയത്ത് അയാളാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഗുണ്ട മിക്കവാറും മാർക്കോയുടെയോ ലോപ്പസിൻ്റെയോ കൂട്ടുകാരനായിരിക്കണം. അതുകൊണ്ടായിരിക്കും കണ്ണൻ്റെ പേര് കേട്ടപ്പോൾ അയാൾക്കത് വിഷമമായത്. ഇനിയിപ്പോൾ മിക്കവാറും ഉണ്ണിയും ഈ മാർക്കോയുടെ ഇന്ന് തല്ലുകൊണ്ട് മേഘനാഥനെ കൂട്ട് തന്നെ കിടക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.